നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. ചിലത് കേൾക്കുമ്പോൾ അത് നമ്മുടെ കേരളത്തിൽ തന്നെ സംഭവിച്ചതാണോ എന്ന് ഭയത്തോടെ സംശയിച്ചു പോകും. ബീഹാറിനെ കുറിച്ച് പണ്ടൊരു ഞെട്ടിക്കുന്ന സംഭവ കഥ കേട്ടിട്ടുണ്ട്. ട്രെയിൻ ബീഹാറിൽ കൂടി കടന്നുപോയപ്പോൾ ഒരു യാത്രികന്റെ കൈ ട്രെയിനിന്റെ ജനൽ കമ്പികൾക്കിടയിലൂടെ പുറത്തിട്ടിരുന്നു. അയാളുടെ കൈത്തണ്ടയിൽ വലിയ വിലയില്ലാത്ത ഒരു വാച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വാച്ച് കൈക്കലാക്കാൻ വേണ്ടി കൊള്ളസംഘം അയാളുടെ കൈ വെട്ടി വീഴ്ത്തി എന്ന കഥ കേട്ട് ഞെട്ടിയ നമ്മൾ അല്പം പണത്തിനും കുറച്ച് സ്വർണത്തിനും സ്വന്തം സഹോദരിയെ കൊന്ന് അതേ വീട്ടിൽ തന്നെ കുഴിച്ചു മൂടിയ കഥ കേൾക്കേണ്ട ഒരു ദയനീയ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ആലപ്പുഴയിൽ സഹോദരൻ തൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ കൊലപ്പെടുത്തിയ വാർത്ത മനസ്സാക്ഷിക്ക് ഞെട്ടിക്കുന്നതാണ്. സഹോദരിയുടെ ശരീരത്തിലുണ്ടായിരുന്ന 7 പവൻ സ്വർണത്തിന് വേണ്ടിയായിരുന്നു ഈ അരും കൊല. മുക്കാവ് വടക്കുപറമ്പിൽ 61 വയസ്സുള്ള ബി റോസമ്മയെയാണ് ഇവരുടെ മൂത്ത സഹോദരൻ ബെന്നി കൊലപ്പെടുത്തിയത്. കൊലപ്പെടുത്തിയ ശേഷം വീടിന്റെ പിന്നാമ്പുറത്ത് തന്നെ ആ മൃതദേഹം കുഴിച്ചുമൂടി അതിനടുത്തായി ബെന്നി മോഷ്ടിച്ച 7 പവൻ സ്വർണം ഒളിപ്പിച്ച് കുഴിച്ചിട്ടു. ഈ കൊലപാതകത്തിലെ മറ്റൊരു ട്വിസ്റ്റ്, 61 വയസ്സ് പ്രായമുള്ള റോസമ്മയുടെ പുനർവിവാഹം മെയ് 1 നിശ്ചയിച്ചിരുന്നു. ഈ വിവാഹത്തിന് വേണ്ടി റോസമ്മ വാങ്ങി സൂക്ഷിച്ച താലിമാലയും സഹോദരൻ കവർന്നെടുത്ത് റോസമ്മയുടെ പുനർവിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലെത്തിച്ചത് എന്നാണ് സഹോദരൻ ബെന്നി പോലീസിനോട് പറഞ്ഞത്. എന്നാൽ സ്വർണം കൈക്കലാക്കുക എന്നതാണ് ബെന്നിയെ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു കഴിഞ്ഞു. 7 പവൻ സ്വർണ്ണാഭരണത്തിന് വേണ്ടി സ്വന്തം രക്തത്തെ ക്രൂരമായി കൊലപ്പെടുത്തി സ്വന്തം വീടിനുള്ളിൽ കുഴിച്ചിടുന്ന ക്രൂരത, ബന്ധങ്ങളുടെ തീവ്രത നഷ്ടപ്പെട്ട് ഹൃദയത്തിൽ ആത്മാർത്ഥതയില്ലാതെയായി മനുഷ്യനെന്ന വാക്ക് പ്രവൃത്തിയുടെ തിന്മ കൊണ്ട് ഭസ്മീകരിച്ച് ചെകുത്താൻ വിശേഷണങ്ങൾക്ക് മലയാളി കൂടുതൽ യോഗ്യനായി മാറിക്കൊണ്ടിരിക്കുന്നു. ദിവസവും ഇത്തരം ദുരന്ത വാർത്തകൾ കേട്ടുണരാനാണ് മലയാളിയുടെ ദുർവിധി. അല്ലാതെന്ത് പറയാൻ. ന്യൂസ് ഡെസ്ക്, ചാനൽ 91.